വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഈസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കന്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ സ്വന്തം ഗാർലിക് ചിക്കൻ. അപ്പൊ ഗാർലിക് ചിക്കൻ എന്ന് പറയുമ്പോൾ പല രീതിയിൽ ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ഗാർലിക് ചിക്കൻ ഒക്കെ ചെയ്യുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കും. അതായത് നമ്മൾ ബാറ്ററിൽ മുക്കി ഒന്ന് ഫ്രൈ ചെയ്യും. പക്ഷെ ഇത് ഫ്രൈ ഒന്നും ചെയ്യാണ്ട് പെട്ടെന്ന് എട്ടുപെട്ടിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി. അതേസമയം നല്ല ടേസ്റ്റ് ഉണ്ട്. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നമ്മുടെ ഫ്രൈഡ് റൈസിന്റെ കൂടെ ഈവൻ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് ഗാർലിക് ചിക്കൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഗാർലിക് ചിക്കൻ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇത് ചൈനീസ് രീതിയിലൊന്നുമല്ല ചെയ്തിരിക്കുന്നത്, ഇന്തോ ചൈനീസ് ആണ് കേട്ടോ. രണ്ടും കൂടി മിക്സ്ഡ് ആണ്. അത് നമ്മൾ പൊരിക്കുകയൊന്നും വേണ്ട, എളുപ്പത്തിൽ ചെയ്യാം നമുക്ക്. അപ്പൊ അതിന് വേണ്ടി ഞാനിവിടെ 1/2 കിലോ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വൈറ്റ് വിനീഗറും, വൈറ്റ് വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ ഓവർനൈറ്റ് വെക്കണമെങ്കിൽ അത്ര നല്ല കാര്യം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ വെച്ചിരിക്കുന്ന ചിക്കന്റെ പീസസ് ആണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങൾക്ക് എല്ലോട് കൂടിയുള്ള ചിക്കൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു കടായിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് നല്ലെണ്ണ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നോർമൽ ആയിട്ടുള്ള ഏതോ ഓയിലാണ് നിങ്ങൾക്ക് താല്പര്യം അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 3 ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. അതിലോട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ കൊത്തിയരിഞ്ഞ ഇഞ്ചി, ഒരു 3 ടേബിൾ സ്പൂൺ ഗാർലിക്, അതായത് വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞാണ് കേട്ടോ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം വരുന്ന ചെറിയതായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാള, 1/4 ടീസ്പൂൺ പഞ്ചസാരയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ പഞ്ചസാര എന്ന് പറയുമ്പോൾ മധുരം പ്രതീക്ഷിക്കും. മധുരം ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു നല്ലൊരു ടേസ്റ്റ് കൊടുക്കും നമ്മുടെ ഡിഷിന്. ഞാനിപ്പോൾ ചില്ലി ചിക്കൻ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ആദ്യം തന്നെ പഞ്ചസാര ചേർക്കാറുണ്ട്. പണ്ട് അജിനോമോട്ടോ ആണ് ചേർത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ചേർക്കാറേ ഇല്ല അജിനോമോട്ടോ. അതിന് പകരമായിട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ക്യാപ്സിക്കം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെലറി, നിങ്ങളുടെ അടുത്ത് സെലറി ഉണ്ടാകുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ സെലറി ചേർത്ത് കൊടുക്കാം. പക്ഷെ സെലറി ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സെലറിയൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് ശരിക്കും ചൈനീസ് ഡിഷിന്റെ ഒരു ടേസ്റ്റും ഒരു ഫ്ലേവറൊക്കെ വരിക. എൻ്റെ അടുത്തുള്ള കാര്യം ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ പലരും ഉപയോഗിക്കാറില്ല. ഉണ്ടെങ്കിൽ അത്ര നല്ല കാര്യം കേട്ടോ. പച്ചമുളകൊന്ന് മാറി ചെറിയൊരു ഷെയ്ഡ് മാറുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ഇടരുത്, കാരണം നമ്മൾ സോയാ സോസ് ഒക്കെ ഒഴിക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോയാ സോസിൽ ഉപ്പുള്ള കാരണം എപ്പോഴും നമ്മൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ അടുത്ത് അതേപോലെ തന്നെ ചില്ലി ഗാർലിക് ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അത് ഉപയോഗിച്ച എണ്ണയില്ലേ, നല്ലെണ്ണയ്ക്ക് പകരമായിട്ട് ചില്ലി ഗാർലിക് ഓയിലൊക്കെ ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ കുറച്ചും കൂടെ ഫ്ലേവർ വരും നമ്മുടെ ഡിഷിന് ഗാർലിക്കിന്റെ. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക് ഞാൻ പ്ലാന്റിംഗ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. എരിവുള്ള മുളക് പൊടി താല്പര്യമില്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നോർമലി നമ്മൾ ചൈനീസ് ഡിഷിൽ മുളക് പൊടി ചേർക്കാറില്ല, പക്ഷെ ഇതിൽ ഞാൻ മുളക് പൊടി ചേർത്ത് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ലതായിരുന്നു. അപ്പോൾ ചേർത്തതിന് ശേഷം ഇതിന്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ചില്ലി പേസ്റ്റ് ഇല്ലെങ്കിൽ ചില്ലി പേസ്റ്റിന് പകരമായിട്ട് ചില്ലി സോസ് ആയാലും മതിയാകും. ആ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും 2-3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുത്തുകൊണ്ടിരിക്കുക. നോർമലി നമ്മൾ ചിക്കൻ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് അതിനുശേഷം വറുത്തെടുക്കും. അതിനുശേഷമാണ് നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാറുള്ളത് അല്ലേ. പക്ഷേ ഈ ചിക്കൻ ചെയ്യുമ്പോൾ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഉണ്ടാക്കിയപ്പോൾ നല്ലതായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചില്ലി ചിക്കനും ഗാർലിക് ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ വറക്കാണ്ട് ട്രൈ ചെയ്യുന്നത്. ഷാവിക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് നമുക്കിതിൽ വഴറ്റിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുക്കാം. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിവിടെ തുറന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ഇളക്കി നോക്കാൻ മറക്കരുതേ. അപ്പോൾ ചിക്കൻ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കുക. ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ദോശ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ആകാം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. 1 ടേബിൾ മിക്സ് ചെയ്യുക. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിതിൽ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാള വലുതാക്കി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതാണ്. അതും
ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിടും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് തയ്യാറാക്കാം, അല്ലെങ്കിൽ സെമി ഗ്രേവി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുതേ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. കാരണം ഇതിൽ കിടന്നൊന്ന് തിളച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് ചിക്കൻ ഒന്ന് വെന്ത് എല്ലായിട്ടൊന്ന് എല്ലാതായിട്ടൊന്ന് യോജിക്കട്ടെ കേട്ടോ. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ തീ ഓൺ ചെയ്ത് കൊടുക്കാം. സോയാ സോസിന്റെ കളർ കുറവാണല്ലേ, ഞാനിപ്പോൾ 1 ടീസ്പൂണും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. മൊത്തം ഞാൻ 2 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കോൺഫ്ലോർ ആണ്. നന്നായി ഒന്ന് തിളച്ച് ഒന്ന് യോജിക്കട്ടെ കേട്ടോ. എളുപ്പമല്ലേ സംഭവം? എരിവൊക്കെ പെർഫെക്റ്റ് ആണ്. ഉപ്പ് കുറവുണ്ട്, കുറച്ചും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും ഈ സോസിന്റെ ടേസ്റ്റ് നോക്കണം കേട്ടോ. കാരണം എനിക്ക് ഇച്ചിരി നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളൊരു സോസാണ് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ കോൺഫ്ലോർ കലക്കിയത് ഒഴിക്കുമ്പോൾ എപ്പോഴും മിക്സ് ചെയ്തിട്ട് ഒഴിക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ കോൺഫ്ലോറാണ് കലക്കി ഒഴിച്ചിരിക്കുന്നത്. ആ കോൺഫ്ലോർ ഒന്ന് കുക്കാവാൻ സമയം കൊടുക്കണം. 2-3 മിനിറ്റ് എടുക്കും കോൺഫ്ലോറൊക്കെ ഒന്ന് കുക്കായി കിട്ടാൻ. ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഫ്ലോർ പോരാൻ തോന്നുകയാണെങ്കിൽ മാത്രം എക്സ്ട്രാ കോൺഫ്ലോർ ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം ആദ്യമേ തന്നെ ഒരുപാട് കോൺഫ്ലോർ ഒഴിച്ച് കഴിഞ്ഞാൽ കട്ട കുത്തുന്ന പോലെയാവും. ചെറുതായിട്ടൊന്ന് തിക്കൻ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ കോൺഫ്ലോർ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഇത് നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കളർ കുറവ് പോലെ തോന്നിയപ്പോഴേ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ചും കൂടെ ഒണിയൻ, കാരണം ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്ന ഒണിയൻ ആകെ സോഫ്റ്റ് ആയി പോയി, അതുകൊണ്ട് കുറച്ച് ഒണിയനും കുറച്ച് ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ക്രഞ്ചി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവസാനം ചേർത്ത് കൊടുത്തത്. നിങ്ങളെപ്പോഴും അവസാനം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടെ സാലറി ഉണ്ടെങ്കിൽ സാലറി ഇട്ട് കൊടുക്കാം. അത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസ്, അതായത് ഉള്ളിത്തണ്ടിൻ്റെ പച്ചഭാഗം നല്ലെണ്ണ ഒന്ന് തൂക്കി കൊടുക്കും. ഇത്രയുള്ള പരിപാടി. ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സോസിൻ്റെ ഇതിൻ്റെ ഗ്രേവിയുടെ ടേസ്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറ്റം വരുത്താൻ മറക്കരുത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്ന ഗ്രേവിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തിക്നെസ് കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള നമ്മുടെ ഗാർലിക് ചിക്കൻ. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പാർട്ടി സ്റ്റൈൽ, അതായത് കല്യാണ വീടുകളിൽ കിട്ടുന്ന ടൈപ്പ് മുട്ട റോസ്റ്റ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സന്തോഷം. പക്ഷെ ഒരുപാട് പേര് കണ്ടിട്ടുമില്ല, അതാണ് അതിൻ്റെ വേറെ കാര്യം. എനിവേ, അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്